വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന സമയത്ത് ആദ്യമേ തന്നെ മുൻനിരയിൽ സീറ്റ് ഉറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ സ്ഥലത്തെത്തിയതിനെ മന്ത്രിയായ മുഹമ്മദ് റിയാസ് ട്രോളിയിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ ഒരു മരുമകന് താൻ നേരത്തെ വന്നത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ അസുഖം എന്തായിരുന്നാലും അത് ചികിത്സിച്ച് മാറ്റാൻ താൻ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നും അല്ലല്ലോ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ BJPക്ക് വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. മലയാളം കാര്യമായി സംസാരിക്കാനൊന്നും രാജീവ് ചന്ദ്രശേഖരന് അറിയില്ലെങ്കിലും ആ മലയാളം കൊണ്ട് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് മഹാഭാഗ്യമായി തന്നെ BJPയിലെ ഒരുപറ്റം നേതാക്കൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ എതിർക്കുന്ന നേതാക്കൾ കണക്കാക്കുകയാണ്. വി മുരളീധരനും അതുപോലെ തന്നെ PK കൃഷ്ണദാസും ഒക്കെ ആയിരുന്നു ഇത്രയും നാളും ഗ്രൂപ്പ് തിരിഞ്ഞടിയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ അവർക്ക് മേൽ വന്നതോടുകൂടി ഇവരുടെയൊക്കെ പ്രസക്തി നഷ്ടമായിരിക്കുന്ന സാഹചര്യമാണ്. ശോഭാ സുരേന്ദ്രനും അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചതാണ്. അപ്പോഴാണ് അന്യ സംസ്ഥാന തൊഴിലാളി BJPയുടെ അധ്യക്ഷനായി എന്ന രീതിയിൽ ട്രോളോട് ട്രോൾ വന്നിരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛനെ പറ്റിച്ച് കോടികളല്ലേ സ്വന്തമാക്കിയത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പോരാളി ഷാജിമാർ ട്രോളുകൾ ഇങ്ങനെ തട്ടിവിടുകയാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് തൻ്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനും അവർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ തിരിച്ച് വിളിക്കാനും വേണ്ടിയാണ് ഉദ്ഘാടന വേദിയിൽ മണിക്കൂറുകൾക്ക് മുമ്പേ എത്തിയത്. കാരണം പ്രവർത്തകർ ഉദ്ഘാടന സദസ്സിന് 3 മണിക്കൂർ മുമ്പേ എത്തി, താനും അവിടെ പാഞ്ഞെത്തി. പ്രവർത്തകരാണ് തൻ്റെ വികാരം എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ തട്ടിവിടുന്നത്. ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എങ്ങനെയാണോ സുരേഷ് ഗോപി പ്രവർത്തിച്ചത് അതുപോലെ പ്രവർത്തിക്കാൻ തലസ്ഥാനത്ത് തന്നെ ഉണ്ടാകും. ഒപ്പം BJP അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന് സുഖമായി കാര്യങ്ങൾ നിയന്ത്രിക്കാനും പറ്റും. ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇനി അടുത്ത 5 കൊല്ലത്തെ സ്വപ്ന പദ്ധതികൾ എന്നാണ് വ്യക്തമാകുന്നത്. അതിനോടൊപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പറ്റിയൊരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് എത്തുക എന്നതും ആഗ്രഹത്തിലൊന്നായി ബാക്കി നിൽക്കുന്നുണ്ട്. 3 തവണ പിൻവാതിലിലൂടെ, അതായത് 2006 രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി രാജ്യസഭയിലേക്ക് എത്തുന്നത്. 2012 2018 രാജ്യസഭയിലേക്ക് എത്തി. ആദ്യമായി രാജ്യസഭയിൽ എത്തുമ്പോൾ അദ്ദേഹം BJPക്കാരനൊന്നും ആയിരുന്നില്ല. എന്നാൽ വൻകിട കോർപ്പറേറ്റുകളുടെ ഓമനയായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നാണ് VD സതീശൻ കൃത്യമായി പറഞ്ഞത്. VD സതീശൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് കാര്യമായി രാജീവ് ചന്ദ്രശേഖരൻ അറിയില്ല എന്നത് തന്നെയാണ്. എന്നാൽ അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് എനിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയണ്ട, ഞാൻ അല്ലാതെ തന്നെ ഇവിടെ നിന്ന് BJPയെ ഉയർത്തിയെടുത്തോളും എന്ന് തന്നെയാണ്. കുമ്മനടിക്ക് ശേഷം ഇപ്പോൾ ചന്ദ്രനടി അതിശക്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്.